നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപിൻ്റെ പിറന്നാളായിരുന്നു ഇന്നലെ. അപ്പോൾ പിറന്നാളോടനുബന്ധിച്ച് ആരാധകർക്കൊക്കെ എന്താ പറയുക, ഹരം കൊള്ളാനായിട്ട് ഒരു ടീസർ റിലീസ് ചെയ്തു, ബബ്ബ. അപ്പോൾ നമുക്കറിയാം ദിലീപിൻ്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ കൂടി മിക്സ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് എന്ന് പറയുകയാണെങ്കിൽ. അതായത് രാമലീല എന്ന് പറയുന്ന 2017 റിലീസ് ചെയ്ത ആ ഒരു സിനിമ അന്നത് ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആ ഒരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത്. പക്ഷേ ആ സിനിമ വളരെ വിജയമായി. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ 2017 രാമലീല മുതൽ ഇപ്പോൾ ഈ അടുത്ത് റിലീസ് ചെയ്ത 2025 റിലീസ് ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലി വരെ എടുത്തു നോക്കിയാൽ ഈ ഒരു 8 വർഷത്തിൻ്റെ ഇടയ്ക്ക് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തങ്കമണി പോലത്തെ അല്ലെങ്കിൽ ബാന്ദ്ര പോലത്തെയൊക്കെ സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമകളാണ്. അത് OTT മറ്റു സാറ്റലൈറ്റിലോ ഒന്നും വന്നിട്ടില്ല. ശരിക്കും അത് നിർമ്മാതാവിന് നഷ്ടമായ സിനിമകളൊക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം ബാലൻ വക്കീൽ എന്ന് പറയുന്ന ഒരു സിനിമ, അത് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമ, അത് അത്യാവശ്യം വിജയമായൊരു സിനിമയായിരുന്നു. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം വോയിസ് ഓഫ് സത്യനാഥൻ, അതായത് കുറേ 2019 മൈസാൻഡ എന്ന് പറയുന്ന ഒരു സിനിമ, 2019 ഡിസംബറിൽ റിലീസ് ചെയ്ത മൈസാൻഡയ്ക്ക് ശേഷം ദിലീപിൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ആവുന്നത് 2022 വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. അതിനിടയ്ക്ക് ദിലീപിൻ്റെ സിനിമകളൊന്നും തിയേറ്ററിൽ റിലീസ് ആയിരുന്നില്ല. ഒരു സിനിമ കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന് പറയുന്ന നാദൃശ സംവിധാനം ചെയ്ത സിനിമ, ആ സിനിമ ഒന്ന് OTT റിലീസായത്. അപ്പോൾ OTT റിലീസായിട്ടും ആ സിനിമയ്ക്ക് 2 രീതിയിലുള്ള ഒപ്പീനിയനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ അന്ന് നമുക്കറിയാം ഹോട്ട്സ്റ്റാർ നാദൃശ തന്നെ അതിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളായ സംവിധായകൻ കൂടിയായ നാദൃശ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു സിനിമ 35 കോടിക്ക് മുകളിൽ പൈസയ്ക്കാണ് വിറ്റുപോയത്. OTT സാറ്റലൈറ്റും കൂടിയാണ് ഏഷ്യാനെറ്റും ഹോട്ട്സ്റ്റാറും കൂടി എടുത്തത്. അപ്പോൾ ദിലീപിൻ്റെ ആദ്യത്തെ 100 കോടി പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം നമുക്കറിയാം 100 കോടി രൂപ തിയേറ്ററിൽ കളക്ട് ചെയ്താൽ ഒരു പ്രൊഡ്യൂസർക്ക് ഷെയർ വരുന്നത് എല്ലാ ടാക്സും തിയേറ്റർ വിഹിതം എല്ലാം കഴിഞ്ഞ് പ്രൊഡ്യൂസറുടെ കയ്യിൽ വരുന്നത് 33-34 കോടിയാണ്. അപ്പോൾ ആ ഒരു പൈസ ഈ ഒരൊറ്റ സിനിമയ്ക്ക് കിട്ടി. അപ്പോൾ ദിലീപിൻ്റെ ശരിക്കും ഏറ്റവും കൂടുതൽ നിർമ്മാതാവിന് ഷെയർ നേടിക്കൊടുത്ത ഒരു സിനിമ ശരിക്കും ഈ കേശു ഈ വീടിൻ്റെ നാഥൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു സിനിമ നമുക്കങ്ങനെ മാറ്റി നിർത്താം തിയേറ്ററിൽ റിലീസ് ആവാത്തതുകൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വോയിസ് ഓഫ് സത്യനാഥിന് ശേഷം പിന്നെ അതുപോലത്തെ ഒരു വിജയം കിട്ടിയിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തങ്കമണിയും ബാന്ദ്രയൊക്കെ പരാജയമായിരുന്നു. പിന്നെ പവി കേട്ടേക്കർ എന്ന് പറഞ്ഞ സിനിമയും തിയേറ്ററിൽ അത്ര വിജയമല്ലായിരുന്നു. പിന്നെ അത് ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ ദിലീപ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് ആ സിനിമ നിർമ്മാതാക്കൾക്ക് നഷ്ടം വന്ന ഒരു സിനിമയല്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് ശരിക്കും ഒരു തിയേറ്ററിൽ തന്നെ ഒരു ലാഭം കിട്ടി. ലിസ്റ്റിൻ സ്റ്റീഫൻ അവർ സക്സസ് മീറ്റ് ഒക്കെ നടത്തി. അവർക്ക് ഭയങ്കര ഒരു ബ്ലോക്ക് ബസ്റ്റർ ഒന്നല്ലെങ്കിൽ പോലും വീണ്ടും ഒരു ദിലീപിൻ്റെ കുടുംബ പ്രേക്ഷകർ വീണ്ടും ദിലീപിനെ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ അവർക്ക് ആ ഒരു സിനിമയിൽ കിട്ടിയതുകൊണ്ടായിരിക്കാം ആ ഒരു സിനിമ തർക്കമില്ലാതെ വിജയിച്ചത്. അപ്പോൾ നമുക്കറിയാം ആ സിനിമയ്ക്ക് റിവ്യൂസ് വേറെ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫാമിലി ഓഡിയൻസ് കയറിയതുകൊണ്ട് ആ ഒരു സിനിമ കുഴപ്പമില്ലാതെ ഓടി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പം എന്തായാലും പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നത് ബബ്ബ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത് കുറേ കാലമായിട്ട് ആ ഒരു സിനിമ ശരിക്കും ആ സിനിമയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അത് നമ്മുടെ ഫഹീം സഫർ, പിന്നെ അതുപോലെ നൂറിൻ ഷെറീഫ് അവരാണ് എഴുതുന്നത്. ധനഞ്ജയ് എന്ന് പറയുന്ന പുതിയൊരു ഡയറക്ടർ, എനിക്ക് തോന്നുന്നു ധനഞ്ജയ് വിനീത് ശ്രീനിവാസൻ്റെയൊക്കെ സിനിമകളുടെയൊക്കെ അസോസിയേറ്റ് ആയിട്ട് എനിക്ക് ലവ് ആക്ഷൻ ഡ്രാമ, ധ്യാൻ ശ്രീനിവാസൻ ലവ് ആക്ഷൻ ഡ്രാമ പോലത്തെ സിനിമകൾ അവരുടെ ഒരു വിനീത് ധ്യാൻ ക്യാമ്പിൽ നിന്നാണ് ധനഞ്ജയ് വരുന്നത്. അപ്പോൾ ധനഞ്ജയ് അഡീഷണൽ സ്ക്രീൻ പ്ലേ ഉണ്ട്. അപ്പോൾ ഇത് വിനീത് ശ്രീനിവാസ്, ധ്യാൻ, പിന്നെ ദിലീപ്, ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു അനൗൺസ്മെൻറ്റ്. അതിലേക്ക് നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ ലാലേട്ടനും കൂടിയും എൻ്റർ ആയിരിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു സിനിമ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. അത്ര പ്രതീക്ഷയാണ്. ഗോകുലം ഫിലിംസാണ് അവരാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിസംബർ 17 ആ ഒരു സിനിമയുടെ റിലീസും കാര്യങ്ങളൊക്കെ ഫിക്സ് ആയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമയുടെ കഥയോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളോ കഥാപാത്രങ്ങൾ എന്താണ് എന്നൊന്നും പുറത്ത് ഇതുവരെ അവർ വിട്ടിട്ടില്ല, എനിക്കും അറിയില്ല. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട്സ് ഇപ്പോൾ ലാലേട്ടൻ തന്നെ ഒരിക്കൽ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ഒരു ലോജിക്കും ഇല്ലാതെ എന്താ പറയുക, ദ വേൾഡ് ഓഫ് മാഡ്നസ് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ട്രെയിലറിൽ കണ്ടത്. പിന്നെ ആ ട്രെയിലർ നമുക്ക് ട്രെയിലറല്ല ടീസർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ടീസർ കാണുമ്പോൾ നമുക്കറിയാം അതിലിങ്ങനെ പറയുന്നുണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങൾ അയാളെക്കുറിച്ച് കേൾക്കുന്നു. തളർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ തളർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് അത് ഈ പറയുന്ന പോലെ ദിലീപ് ഫാൻസിനെയൊക്കെ ഒന്നൊരു കൊരുത്തിരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ടീസർ തന്നെയാണത്. പിന്നെ അതിൽ പറയുന്നുണ്ടല്ലോ ഈ പ്രാവശ്യം എന്തായാലും മിസ്സാവില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അഴിഞ്ഞാട്ടം എന്നൊക്കെ കുറേ ലാലേട്ടൻ്റെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ഡിസംബറിലാണ്, ക്രിസ്മസിനാണ്, വെക്കേഷൻ സമയത്താണ്, ആഘോഷത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഈ ഒരു സിനിമയിലൂടെ ദിലീപ് ശക്തമായിട്ട് തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഈ പറഞ്ഞ പോലെ ദിലീപ് പ്രിൻസ് ആൻഡ് ഫാമിലിയൊക്കെ ഒരു ഹിറ്റ് ഉണ്ടെങ്കിൽ കൂടി ശരിക്കുള്ള ഒരു ദിലീപിനെ നമ്മൾ കണ്ടിട്ട് ശരിക്കും കാലം കുറയായി. അതായത്
പ്രിൻസ് ആൻഡ് ഫാമിലി കുറച്ചുകൂടി ഇമോഷണൽ ആണ്. പക്ഷെ നമുക്ക് ഒരു വേളാക്കിയിട്ടുള്ള ഒരു ദിലീപ്, നമ്മളൊരു പറക്കുന്ന ലീഗലോ CID മൂസയിലോ ഒക്കെയുള്ള ഒരു ദിലീപ്, കുബേരനിലോ ഒക്കെ കണ്ടിട്ടുള്ള ഒരു ദിലീപ് ഉണ്ട്. ഒരിക്കലും നമുക്ക് ആ ഒരു പഴയ കോമഡിയോ അല്ലെങ്കിൽ പഴയ തരത്തിലുള്ള കോമഡി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ദിലീപ് എന്ന് പറയുന്ന ഒരു നടന്റെ സ്വാഗ് ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ, എനിക്കൊന്ന് ഇവർ വിനീതും ധ്യാനായിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ ദിലീപ് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു അധികം സീൻസ് ഒന്നും ഇല്ല ശരിക്കും. പക്ഷെ വിനീതും ദിലീപും അതിൻ്റെ കൂടെ ലാലേട്ടൻ ആരൊക്കെയായിട്ട് കോംബോ ഉള്ളതെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും പ്രതീക്ഷയോടെയാണ് എന്തായാലും സിനിമാ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ബോക്സ് ഓഫീസിലും ആ ഒരു വിജയം ആവശ്യമാണ്, ദിലീപിനും ആവശ്യമാണ്, നമ്മുടെ കേരള ബോക്സ് ഓഫീസിലും അതൊരു ബൂസ്റ്റ് തന്നെയാവും എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്.